ഗെയിം കളിക്കുന്നത് പോലെ കോഡിംഗ് പഠിച്ചാലോ? സ്റ്റാക്കപ്പ് ഇൻട്രൊഡ്യൂസസ് ഗെയിമിഫൈഡ് ലേണിംഗ്. സ്റ്റാക്കപ്പിൽ ഞങ്ങൾ എപ്പോഴും നമ്മുടെ ലേണിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഗെയിമിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നോർമലി ഞാനിവിടെ സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ടേമിൽ പഠിക്കുമ്പോൾ അവരുടെ മോട്ടിവേഷൻ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. രണ്ടെന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് പലപ്പോഴും കിട്ടാറില്ല. മൂന്നെന്ന് പറയുന്നത് അവർ ഒരുപാട് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് എപ്പോഴും അവരൊന്നും ആയിട്ടില്ല എന്നുള്ളൊരു ഫീലിംഗ് വരാറുണ്ട്. അപ്പോൾ ഈ മൂന്ന് മേജർ പ്രോബ്ലംസ് ഒഴിവാക്കാനാണ് നമ്മൾ ഗെയിമിഫിക്കേഷൻ കൊണ്ടുവരുന്നത്. സോ ഗെയിമിഫിക്കേഷൻ എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്? നമ്മൾ പഠിക്കുന്നത് പോലെയല്ല. നമ്മൾ ഗെയിം പഠിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ബോറടിക്കുമെങ്കിലും ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ബോറടിക്കാറില്ല. നമുക്ക് എത്ര സമയം വേണമെങ്കിലും നമുക്ക് കളിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഒരു റിവാർഡ് സിസ്റ്റം നമ്മൾ അറിയാതെ തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ ലെവല് കടന്നു പോകാനുള്ള ഒരു ആകാംക്ഷ നമുക്കുണ്ടാക്കും, ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യും. പിന്നെ നമുക്ക് പോയിന്റ്സ് കാണും. അപ്പോൾ ഈ പോയിന്റ്സ് കൂടുതൽ നേടാൻ വേണ്ടി നമ്മൾ കൂടുതൽ സമയം ഗെയിം കളിക്കും. അതുപോലെ തന്നെ നമുക്ക് ബാഡ്ജസ് ഒക്കെ തന്ന് നമ്മൾ എന്തോ അച്ചീവ് ചെയ്തതുപോലെ ഒരു ഫീലിംഗ് ഉണ്ടാകും. ആ സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഗെയിമിഫിക്കേഷൻ ഈ ലേണിങ്ങിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പും ശരിക്കും നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആ വലിയ ജേണിയിൽ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അപ്പോൾ ഈ ഓരോ സ്റ്റെപ്പിനെയും നമ്മൾ ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യണം, നമ്മൾ ശരിക്കും സെലിബ്രേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ റിവാർഡ് സിസ്റ്റം വെച്ചിട്ട് നമ്മൾ ആ ഓരോ ചെറിയ സ്റ്റെപ്പിനെയും സെലിബ്രേറ്റ് ചെയ്യാൻ ഗെയിമിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ലോങ് ജേണിയിൽ നമ്മളിപ്പോൾ ഒരു 3 മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്, അതിൽ നിന്ന് നമ്മൾ എത്രത്തോളം ബെറ്റർ ആയിട്ടുണ്ട് എന്ന് നമുക്ക് തിരിഞ്ഞു നോക്കാനുള്ളൊരു അവസരം കൂടെയാണ് ഗെയിമിഫിക്കേഷൻ. നമ്മൾ ലെവൽ 1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ലെവൽ 10 നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും, ഓക്കെ ഞാൻ ഇത്രയും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് നിൽക്കുന്നത്, ഞാൻ ഇത്രയും അച്ചീവ് ചെയ്തു. അപ്പോൾ അത് നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ളൊരു അവസരമാണ് ഗെയിമിഫിക്കേഷൻ ഒരുക്കുന്നത്. ഓരോ സ്റ്റുഡൻസും ഡിഫറെൻ്റ് ആണ്, ഓരോ സ്റ്റുഡൻസിനും വേണ്ടുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരു കാര്യം അടിച്ചേൽപ്പിച്ച് നമുക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. അപ്പോൾ ഈ പ്രോസസ്സിൽ നമുക്ക് റിവാർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതായിരിക്കണം അവർക്കുള്ള മോട്ടിവേഷൻ. അല്ലാതെ നമുക്കൊരു പേടി, എന്തെങ്കിലും ഒരു കാര്യം കാണിച്ച് പേടിപ്പിച്ച് അവരെ കൊണ്ടൊരു കാര്യം ചെയ്യുന്നതിനേക്കാൾ ഒരു റിവാർഡ് കാണിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഈ അപ്രോച്ചാണ് നമ്മൾ ഗെയിമിഫൈഡ് ലേണിങ്ങിൽ സ്വീകരിക്കുന്നത്. ഇതൊരു സയൻറ്റിഫിക്കലി പ്രൂവൺ കോൺസെപ്റ്റ് കൂടിയാണ്. ഇന്ന് ഒരുപാട് ലേണിംഗ് പ്രോഗ്രാംസ് ഈ മെത്തേഡ് ചൂസ് ചെയ്തിട്ടാണ്, എസ്പെഷ്യലി പ്രൊഫഷണൽ ലേണിംഗ് പ്രോഗ്രാംസ് ഗെയിമിഫിക്കേഷൻ ചൂസ് ചെയ്തിട്ടാണ് മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചും സയൻറ്റിഫിക് റീസൺസ് കൊണ്ടും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ്. എങ്ങനെയാണ് ഈ ഗെയിമിഫിക്കേഷൻ വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാവും. നിങ്ങൾ സ്റ്റാക്കപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ബേസിക്കലി ഒരു ഗെയിമിൻ്റെ പാർട്ടാവുകയാണ്, ആ ഗെയിമിൽ ഒരു ക്യാരക്ടർ ആവുകയാണ്. നിങ്ങൾക്ക് ആ ഗെയിമിൽ മൾട്ടിപ്പിൾ ലെവൽസ് കാണും. ഈ ഓരോ ലെവൽസിലും മൾട്ടിപ്പിൾ ചലഞ്ചസ് കാണും. നമുക്ക് ഈ ഓരോ ചലഞ്ചസും കംപ്ലീറ്റ് ചെയ്ത് മുൻപോട്ട് പോകണം. അതായത് ഓരോ ലെവലിലും നമുക്ക് മൾട്ടിപ്പിൾ ചലഞ്ചസ് കാണും. അപ്പോൾ ഈ ചലഞ്ചസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. അങ്ങനെ നമ്മൾ എല്ലാ ലെവൽസും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു എക്സ്പേർട്ട് പ്രോഗ്രാമർ ആയിട്ടുണ്ടാവും. ഈ ഓരോ ലെവലിലും നമ്മൾ കവർ ചെയ്യുന്നത് ഓരോ ടെക്നോളജീസ് ആയിരിക്കും. അപ്പോൾ ഈ ചലഞ്ചസ് എന്ന് പറയുമ്പോൾ ആ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള പ്രോജക്ട്സ് അല്ലെങ്കിൽ അസസ്മെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നമ്മൾ ആ ചലഞ്ചിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ചലഞ്ച് നിങ്ങളെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന എക്സ്പേർട്സ് ഉണ്ടാവും. അപ്പോൾ അവരായിരിക്കും നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്, അവരായിരിക്കും നിങ്ങൾക്ക് വീക്ക്ലി റിവ്യൂസ് നടത്തുന്നത്. അതായത് 1-to-1 റിവ്യൂസ് നിങ്ങളുമായിട്ട് അവർ നടത്തും. സോ ദാറ്റ് നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിലെ ട്രെൻഡ്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കാനും അതനുസരിച്ച് നിങ്ങൾക്ക് കോഡ് ചെയ്യാനും സാധിക്കും. അതുമാത്രമല്ല, എക്സ്ട്രാ പോയിൻറ്റ്സ് ഗെയിൻ ചെയ്യാനായിട്ട് വീക്ക്ലി ചലഞ്ചസ്, സോഫ്റ്റ് സ്കിൽ ചലഞ്ചസ്, ഡേറ്റ സ്ട്രക്ചർ ചലഞ്ചസ്, കോമ്പറ്റീഷൻസ്, ഇങ്ങനെ പല ചലഞ്ചസും നമുക്ക് എക്സ്ട്രാ കാണും. ഈ പോയിന്റ്സ് ടേബിൾ യൂസ് ചെയ്ത് നമുക്കൊരു ഹെൽത്തി കോമ്പറ്റീഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്കിൽസും ഇമോഷണൽ റെസിലിയൻസും എല്ലാം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ചലഞ്ച് നമുക്ക് അസൈൻ ചെയ്ത ഡേറ്റിനേക്കാളും മുമ്പേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, അപ്പോൾ അതിന് നമ്മളൊരു സ്പെഷ്യൽ ബാഡ്ജ് റിവാർഡ് ചെയ്യും.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി. അപ്പോൾ അതിന് നമ്മൾ സ്പെഷ്യലായിട്ട്, അതായത് കമ്മ്യൂണിറ്റിയിലുള്ള ഇൻവോൾവ്മെൻറ്റ്, ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി, ഇതിനെല്ലാം നമ്മൾ സെപ്പറേറ്റ് ബാഡ്ജസ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യും, അതുപോലെ തന്നെ ഈ ലോങ് ജേർണിയിൽ നമ്മളെ മോട്ടിവേറ്റഡ് ആയിട്ട് നിർത്തുകയും ചെയ്യും. സ്റ്റാക്കപ്പിൽ ഓരോ ദിവസവും സ്റ്റുഡൻസ് ആയാലും നമ്മുടെ ലേണിംഗ് എക്സ്പീരിയൻസ് ആണെങ്കിലും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് രീതിയിൽ കോഡിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ കം ജോയിൻ us today.